നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ നല്ല ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളിൽ നല്ല ഭക്ഷണശീലി എങ്ങനെ ശീലിപ്പിച്ചു വരാം എന്നതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സാജിദ അബ്ദുള്ളയാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, കുട്ടികൾക്ക് ചെറുതിലെ നല്ല ഭക്ഷണശീലം ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം വരുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അമ്മ ആരോഗ്യവതിയായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യമുള്ള അമ്മയ്ക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവരുടെ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുകയും 6 മാസം പൂർത്തിയാവുന്നതോടു കൂടിയിട്ട് പൂരക ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ വൈവിധ്യമാർന്ന ഭക്ഷണം സേഫ് ആയിട്ട് വളരെ ശുദ്ധിയോടുകൂടി കൊടുക്കുന്ന തരത്തിൽ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതുപോലെ അയൺ, വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. എന്നാൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാകുമ്പോൾ അവരെ ഫുഡ് കൊടുക്കാനൊക്കെ, ഭക്ഷണം കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് ക്ഷമയും പരിശ്രമവും ഒക്കെ വേണ്ടി വരും. കാരണം ആ സമയം തൊട്ടിട്ടാണ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർക്കൊരു അവരുടെ തന്നെ നമ്മൾ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ എളുപ്പമാണ്. മറ്റുള്ള കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ എന്നാലും നമ്മള് ഒരു സാമർത്ഥ്യത്തോടു കൂടി വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ എല്ലാ ഫുഡ് ഗ്രൂപ്പുകളിൽ പെട്ടിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല ഭക്ഷണ രീതി ഉറപ്പിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നല്ല ശീലങ്ങൾ, ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ മറ്റുള്ള നമ്മൾ മുതിർന്ന ആൾക്കാര് കോപ്പി ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുക. അപ്പൊ അവർക്ക് നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഭക്ഷണശീലങ്ങൾ ശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ, കുഞ്ഞുങ്ങളിൽ ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പോഷകാഹാരം മുലപ്പാലാണ്. പക്ഷെ എല്ലാ അമ്മമാർക്കും അത് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ള അമ്മമാർക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശം എന്താണ്? സത്യത്തില് നമ്മള് മുലപ്പാൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മുലപ്പാല് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വളരെ അതായത് ഫെയിൽഡ് ലാക്ടേഷൻ എന്ന് പറയുന്നത് ഒരു 5% താഴെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നോർമലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ മുലപ്പാൽ ഉണ്ടാകും. അതിനു വേണ്ടി പിന്നെ അമ്മ ഗർഭിണിയായിരിക്കെ തന്നെ അതിനുവേണ്ട ഒരു പരിശ്രമവും അത് ആഗ്രഹിക്കുകയും പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ നമ്മൾ മുലപ്പാല് മുലയൂട്ടുകയും ചെയ്ത് പിന്നെ അമ്മയും കുഞ്ഞും കൂടെ കിടന്ന് കറക്റ്റ് പൊസിഷനിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മുലപ്പാൽ ഇല്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അത് നമ്മളുടെ ആ ഒരു അമ്മയെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും അമ്മയുടെ മോട്ടിവേഷൻ, സ്വയം ഉള്ള മോട്ടിവേഷൻ, പാല് കൊടുക്കാൻ മുലപ്പാലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അമ്മ തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് മുലപ്പാൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ വളരെ അപൂർവമായിട്ട് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ശരിക്കും ഫെയിൽഡ് ലാക്ടേഷൻ, അതായത് മുലപ്പാല് വരാതിരിക്കുന്ന ഒരു അവസ്ഥ വരുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഡോക്ടർമാര് അവരുടെ ആ ഒരു കാരണങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അതല്ലാതെ ഒരു അമ്മയ്ക്കും മുലപ്പാൽ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. കാരണം അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. വ്യക്തമാണ് ഡോക്ടർ. കുഞ്ഞുങ്ങൾക്ക് സമ്പൂർണ്ണ പോഷകാഹാരം ഏത് പ്രായം തൊട്ട് കൊടുത്തു തുടങ്ങാം? അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ പ്രായത്തിലും നൽകാവുന്ന സമീകൃത ആഹാരങ്ങൾ ഏതൊക്കെയാണ്? 6 മാസം പൂർത്തിയായാലാണ് നമുക്ക് കുഞ്ഞിന് പോഷകാഹാരം മുലപ്പാലല്ലാണ്ട് മറ്റുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കാൻ തുടങ്ങേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ 6 മാസം കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരാഴ്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള റാഗിയാണ് വളരെ കാൽഷ്യം നിറയെ റാഗിയിലുണ്ട്, ഇരുമ്പ് സത്ത് കൂടുതൽ റാഗിയിലുണ്ട്. അപ്പൊ റാഗി ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു.
പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമ്മൾ റാഗിയുടെ കൂടെ മറ്റേ പരിപ്പ്, പയറ്, ചെറുപയർ പോലെയുള്ള ധാന്യങ്ങൾ, മീൻസ് പ്രോട്ടീൻ ഫുഡ് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും, 3ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പച്ചക്കറികള്, പഴങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ നമ്മൾ ഇങ്ങനെ കുറുക്ക് രൂപത്തിൽ നിന്ന് കുറച്ചും കൂടെ കട്ടിയുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുട്ടിക്ക് ഇറക്കാൻ ഉള്ള കഴിവ് വരും. അപ്പൊ നമ്മൾ ഉടച്ച പച്ചക്കറികൾ, വേവിച്ച ഉടച്ച പച്ചക്കറികൾ ഇതെല്ലാം കൈകൊണ്ട് ഉടയ്ക്കുക. ഒരിക്കലും മിക്സി ഉപയോഗിക്കരുത്. മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 9-10 മാസം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും ചവച്ച് കഴിക്കണം. അത് കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് ഖരഭക്ഷണങ്ങൾ, അതായത് സോളിഡ് ഫുഡ്സ് ഇറക്കാനുള്ള പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ആ 9-10 മാസത്തിൽ ചവക്കാൻ പ്രേരിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ട് ആ സമയത്തും നമ്മൾ മിക്സിയിലും അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് അതാത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടത് 6 മുതൽ 7 മാസം വരെ, 7 മുതൽ 8 മാസം വരെ കുറച്ചും കൂടെ നമുക്ക് കൈകൊണ്ട് ഉടച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ. 9-10 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി, ഇടിയപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറുപയർ വേവിച്ചത്, അതൊക്കെ നമുക്ക് കൈകൊണ്ട് ഉടച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും നമുക്ക് കുട്ടിക്കായിട്ട് സെപ്പറേറ്റ് വേറെ ഭക്ഷണം ഉണ്ടാക്കണ്ട. വീട്ടിൽ കുക്ക് ചെയ്യുന്ന എല്ലാ ഭക്ഷണവും, പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാവുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏത് വയസ്സ് മുതൽ കൊടുത്തു തുടങ്ങാം? യഥാർത്ഥത്തില് നമ്മള് ഈ ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയും ഒന്നും കൊടുക്കാതെ, എക്സ്ട്രാ ഉപ്പും പഞ്ചസാരയും കൊടുക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം അവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വളരെ നേരത്തെ തന്നെ നമ്മൾ ഈ പഞ്ചസാരയും മധുരങ്ങളൊക്കെ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സൂപ്പർ ടേസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാരായിട്ട് മാറും. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ആ നല്ല മധുരമുള്ള കാര്യങ്ങളെ കിട്ടും. കൂടുതൽ മധുരം നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ആ ഒരു ശീലം ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഫാമിലി പോട്ട് ഡയറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 10 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കണ്ട. ആ സമയത്ത് നാച്ചുറൽ ആയിട്ട് ഇഡ്ഡലിയിൽ ഉപ്പുണ്ടാകും. നമ്മൾ എക്സ്ട്രാ ഉപ്പും എക്സ്ട്രാ പഞ്ചസാരയും ഇടേണ്ട കാര്യമേ ഇല്ല. അപ്പൊ നമ്മളുടെ ആ ഒരു 10 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തായാലും എക്സ്ട്രാ പഞ്ചസാര വേണ്ട. അതുപോലെ എക്സ്ട്രാ പഞ്ചസാര തന്നെ വേണ്ട. ഉപ്പും നമ്മളുടെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന, ഇപ്പൊ നമ്മളിപ്പോ ഈ പഴവർഗ്ഗങ്ങൾ കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന സോൾട്ടും ഈ മധുരവും ഒക്കെ മതി. എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫാമിലി പോട്ട് ഡയറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ശർക്കരയും അങ്ങനെയുള്ള കാര്യങ്ങൾ, എപ്പോഴും പഞ്ചസാര വേണ്ട. കാരണം ശർക്കരയ്ക്കകത്ത് ഇരുമ്പ് സത്ത് കൂടുതലാണ്. വ്യക്തമാണ് ഡോക്ടർ. ഈ വലിയ ആൾക്കാരിലാണെങ്കിൽ പോലും ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നറിയാം. അതുപോലെ അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇലക്കറികൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇലക്കറികൾ വളരെ നല്ല ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. നിറയെ പോഷക മൂല്യമുള്ള ഒരു കാര്യമാണ് ഇലക്കറികൾ. പക്ഷെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് ഒരു 6 മാസം ഒക്കെ പ്രായമുള്ള കുട്ടികൾക്ക് അതിനകത്ത് നൈട്രേറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് ഒരു 8 മാസം 7 മാസം 8 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഇലക്കറികൾ കൊടുക്കാം. ഡോക്ടർ, നമ്മുടെ ഇവിടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോതമംഗലത്ത് നിന്ന് ഹർഷാണ്. ഹർഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം. കൊച്ചിലെ ഈ സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ വെള്ളം കെട്ടായിരുന്നു നിലവിലെ. എന്താ എനിക്ക് കേട്ടില്ല. ഈ സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ വെള്ളം കെട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സർജറി കഴിഞ്ഞു. നിലവിൽ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 1.5 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ രണ്ടാമത് കൊച്ചു ചുമക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചില്. അപ്പൊ അത് കാരണം ഞങ്ങളൊരു MRI എടുത്തായിരുന്നു. MRI എടുത്തു കഴിഞ്ഞപ്പോ അതിൽ ചെറിയൊരു വെള്ളം കെട്ടും കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ അതിപ്പോ എങ്ങനെയാ, അപ്പൊ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്നാ ഉള്ളതെന്ന്
ചോദിക്കാൻ ഇത് വേണ്ടിട്ടായിരുന്നു നിങ്ങള് വിളിച്ചത്. ഇത് നമുക്ക് പിന്നെ നമ്മൾ കുട്ടിയെ കാണാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക തന്നെ വേണം. കാരണം കുട്ടിക്ക് പിന്നെ അതിനകത്ത് ഇൻഫെക്ഷൻ വന്നോ എന്ന് നമ്മൾ കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, മിക്ക അമ്മമാരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വയസ്സുവരെ നന്നായി ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടി പിന്നീട് അങ്ങോട്ട് ഒട്ടും കഴിക്കാതെയാകുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? ഒരു വയസ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് അവര് നന്നായിട്ട് ഓടാനും ചാടാനും ഒക്കെ തുടങ്ങും. അപ്പോ അവർക്ക് മറ്റു പല ഇൻട്രസ്റ്റുകൾ ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മള് കഴിയുന്നതും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ഒരുമിച്ച് കഴിക്കണം. പിന്നെ അതേപോലെ അവർക്ക് നമ്മൾ പല വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു ഭക്ഷണം കുട്ടി വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് ആ കുട്ടി അത് കഴിക്കില്ല എന്ന് പറയരുത്. കാരണം അത് വീണ്ടും വീണ്ടും നമ്മൾ ഒരേ ഭക്ഷണം കുട്ടിക്ക് ഓഫർ ചെയ്യണം. ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടി അത് ഫെമിലറൈസ് ചെയ്ത് അത് കുട്ടി ആ ഭക്ഷണത്തിനോട് പിന്നെ അത് ശീലിച്ചോളും. അതേപോലെ അത് മടുപ്പിക്കരുത്. ഒരേ പോലത്തെ ഭക്ഷണം എല്ലാ ദിവസവും കഴിച്ചാൽ നമുക്കാണെങ്കിലും മടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ, പല കളറുകള്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് കുട്ടി എപ്പോ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ കുട്ടി എത്ര കഴിക്കണം എന്ന് കുട്ടി തീരുമാനിച്ചോട്ടെ. കാരണം ആ ഒരു കറക്റ്റ് ഇടവേളകളിൽ നമ്മൾ ഖരഭക്ഷണങ്ങൾ, അതായത് മീൽസ് ശരിക്കും കൊടുക്കുകയാണ്, അതേപോലെ ഇടവേളകളിൽ നമ്മൾ സ്നാക്സ് കൊടുക്കുകയാണ്, ലഘുഭക്ഷണങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുക, അതേപോലെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, പിന്നെ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ കഴിക്കുന്ന സമയം ഒരു യുദ്ധ കളത്തിൽ വന്ന പോലെ ആകരുത് കൊച്ചിന്. കൊച്ചത് എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ കഴിക്കാൻ അനുവദിക്കുക. അപ്പൊ അത് കൊച്ചിന്റെ ആവശ്യമാണ് സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കേണ്ടത്. ഇത് നമ്മളുടെ ആവശ്യമായിട്ട് നമ്മളിങ്ങനെ നടന്ന് പിന്നാലെ നടന്ന് അങ്ങനെയല്ല. അത് നമ്മൾ എല്ലാവർക്കും കഴിക്കേണ്ടതാണ്, കുഞ്ഞിനും കഴിക്കേണ്ടതാണ്. അതുപോലെ നല്ല ആഹാരശീലങ്ങൾ മുതിർന്നവർ കഴിക്കുമ്പോൾ മുതിർന്നവർ കാണിച്ചു കൊടുക്കുക. കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് അതിഷ്ടല്ല ഇതിഷ്ടല്ല എന്ന് മുതിർന്നവർ പറയാതിരിക്കുക. അപ്പൊ കാരണം കുട്ടി നമ്മളെ കണ്ടിട്ടാണ് പറയാ, എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് നമുക്ക് പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കറക്റ്റായിട്ട് ഇന്റർവെല്ലിൽ കൊടുക്കാൻ പറ്റും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പാലായിൽ നിന്ന് ഷൈനിയാണ്. ഷൈനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എന്റെ കൊച്ചിന് 5 വയസ്സായേ. ഹലോ, 5 വയസ്സായേ. ഇപ്പം തൂക്കം ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രി പോകുന്നുണ്ട്, കുഞ്ഞിലെ തൊട്ട് പോകുന്നതാ കൊച്ച്. ഇപ്പൊ തൂക്കം 12 കിലോയേ ഉള്ളേ. അത് ഭക്ഷണം കഴിക്കും. 12 കിലോയേ ഉള്ളൂ. 5 വയസ്സായി, വയസ്സ് കഴിഞ്ഞ 12 കിലോയേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന മടിയാ. കുട്ടി ജനിച്ചപ്പോ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? ജനിച്ചപ്പം 2 കിലോ 650 ഗ്രാം ഉണ്ടായിരുന്നേ. പിന്നെ മുലപ്പാലില്ലായിരുന്നു. 2 മാസം കഴിഞ്ഞ മുലപ്പാൽ വന്ന. പിന്നെ അത് പൊടിയാ കൊടുത്തോണ്ടിരുന്ന കൊച്ചിന്. പിന്നെ മുലപ്പാൽ വന്നപ്പം കൊച്ചു മുലപ്പാൽ കുടിക്കുകയില്ല, നുണഞ്ഞു കുടിക്കുകയില്ല. ഡോക്ടറോട് ചോദിച്ചപ്പം പറഞ്ഞു ചെറുതായിട്ട് വൈകല്യമുണ്ട്, നുണയാനുള്ള വൈകല്യം ചിലപ്പം കാണും, താമസിച്ച ഉണ്ടായത് കൊച്ചെ. വിവാഹം താമസിച്ചായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടും 2.5 വർഷം കഴിഞ്ഞാ ഉണ്ടായത്. ചെറിയൊരു വൈകല്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം 5 വയസ്സ് കഴിഞ്ഞു. ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇപ്പം ഭക്ഷണമൊന്നും ഭക്ഷണത്തിന്റെ കുറവാന്ന് പറഞ്ഞു. ഞങ്ങള് കോട്ടയത്ത് ESA പോയായിരുന്നു, കൊച്ചിനിങ്ങനെ മെലിഞ്ഞിരിക്കുന്ന കാരണം. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊക്കെ പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല, ഭക്ഷണത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താ കൊടുക്കാറ് കുഞ്ഞിന് രാവിലെ തൊട്ട്? രാവിലെ ഒരു മുട്ട കൊടുക്കും. കാടമുട്ട ഉണ്ടെങ്കിൽ 2 മുട്ട കൊടുക്കും, അല്ലാതെ നാടൻ മുട്ട 1 മുട്ട കൊടുക്കും. പക്ഷെ
പക്ഷെ ഒന്നും കഴിക്കുകയില്ല, വെള്ള കഴിക്കും. പിന്നെ ചോറ് കൊടുക്കും. രാവിലത്തെ ചോറാണോ കൊടുക്കുന്നത്? ചോറല്ല, ചായ കൊടുക്കും. ചായ പാലായിട്ട് പിന്നെ 2 റസ്കോ അല്ല 2 ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുള്ളൂ. ഇതില് നമ്മളെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചായ കുട്ടികൾക്ക് കൊടുക്കരുത്. ചായ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നാമത് നമ്മളെ കുട്ടികൾക്ക് ഇരുമ്പ് സത്ത് പൊതുവിൽ കുറവാണ്. ചായ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് സത്തിന്റെ ഇരുമ്പിന്റെ ആഗിരണത്തെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അനീമിയ, അതായത് രക്തക്കുറവുണ്ടാകും. രക്തക്കുറവുണ്ടെങ്കിൽ തന്നെ വിശപ്പ് കുറവുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ചായ കുട്ടികൾക്ക് കൊടുക്കരുത്. ചായ, കാപ്പി അങ്ങനെയുള്ള കാര്യം. പാല് ഏറ്റവും അവസാനം കൊടുത്താൽ മതി. രാവിലെ എണീറ്റ ഉടനെ തന്നെ പാല് കൊടുക്കാതിരിക്കുക. ഏറ്റവും അവസാനം ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാരണം പാലിന് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിശപ്പിനെ കെടുത്തു കളയും. അപ്പൊ നമ്മൾ രാവിലെ കുട്ടി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം കുട്ടി കഴിക്കട്ടെ. നിങ്ങളുടെ കൂടെ ഇഡ്ഡലിയോ ഇടിയപ്പോ കടല, പയറ്, ചെറുപയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കുക. പിന്നെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചും കൂടെ ഒരു നെയ്യോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പോഷക സമൃദ്ധമാകും. പിന്നെ ഈ പച്ചക്കറികള്, മുരിങ്ങയില, ചീരയില, അതുപോലെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുക. മീനും ഇറച്ചിയൊക്കെ കഴിക്കുവോ നിങ്ങള്? ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാ കൂട്ടവും മേടിച്ചു കൊടുക്കും, പക്ഷെ കഴിക്കില്ല. മുന്തിരി കഴിക്കില്ല, ആപ്പിൾ കഴിക്കില്ല, ഓറഞ്ച് ജ്യൂസ് ആയിട്ട് കൊടുത്താൽ കഴിക്കും. തന്നെ അല്ലിയായിട്ട് കഴിക്കത്തില്ല തന്നെ. അതൊക്കെയാണ് ഓരോ പ്രകൃതമാണ് ഓരോ സമയങ്ങളില്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റുന്നില്ല. മുന്തിരി ഒന്നും മേടിച്ച് കഴിക്കില്ല. ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ പോലും കുടിക്കുകയില്ല ആള്. കുട്ടി സാധാരണ ഈ നമ്മള് ഇഡ്ഡലി, ഇടിയപ്പം, ചപ്പാത്തിയൊക്കെ കഴിക്കുമോ? ഇതൊക്കെ കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോ അതിനകത്ത് ഇപ്പം ഉദാഹരണത്തിന് ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഈ മത്തങ്ങയൊക്കെ വേവിച്ച് കുഴയ്ക്കുമ്പോൾ തന്നെ വേവിച്ച് അതിനകത്തേക്ക് അതിന്റെ കൂടെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മത്തങ്ങയുടെ ഗുണം കിട്ടും. അതേപോലെ മുരിങ്ങയില, ചീരയിലൊക്കെ അരിഞ്ഞിട്ട് ഈ ചപ്പാത്തിക്കകത്ത് ഇടാം. അപ്പൊ അങ്ങനെ പച്ചക്കറികളും പഴങ്ങളും ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ജ്യൂസ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോ ഈ ബിസ്ക്കറ്റ്, നേരത്തെ പറഞ്ഞില്ലേ, ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അതിനകത്ത് അത് നല്ലൊരു പോഷക സമൃദ്ധമായ ഒരു ആഹാരമല്ല. മാത്രല്ല നമുക്ക് വേണ്ട കാര്യങ്ങളെ അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ ആഗിരണം ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു ഇതൊക്കെ കുറയ്ക്കും. അപ്പൊ നമ്മൾ കഴിയുന്നതും വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെ കൊടുക്കുക കുഞ്ഞിന്. കുറച്ചും കൂടെ തവണകളായി ഫ്രീക്വൻസി കൂട്ടുക, കുറച്ചും കൂടെ തവണകളായിട്ട് കൊടുക്കുക. കൊടുക്കുമ്പോൾ അതിനകത്ത് നെയ്യോ പിന്നെ ശർക്കരയോ അതേപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുക. പച്ചക്കറികളും പഴങ്ങളും ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തോ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റോസ്റ്റ് ചെയ്യും പിന്നെ അതേപോലെ ബേക്ക് ചെയ്യുമ്പോഴൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നോർമലി നമ്മുടെ ഫുഡിനകത്ത് കുറച്ച് ആന്റി ന്യൂട്രിയൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് പോഷക വിരുദ്ധമായ പദാർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് പിന്നെ കൂടുതലാകും നമ്മൾ ഈ ബേക്ക് ചെയ്യുക, റോസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ ഇപ്പൊ പുഴുങ്ങി വേവിച്ച് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോഷക വിരുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് പിന്നെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അത്ര നല്ല ഒരു പാചക രീതിയല്ല എന്ന് പറയുന്നത്. റോസ്റ്റ് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും ഒക്കെ. നേരെ മറിച്ച് നമ്മൾ വേവിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ആഗിരണം നന്നായിട്ട് നടക്കും. ഡോക്ടർ, കുട്ടികളിൽ അമിതവണ്ണം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇത് തടയാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കൂടുതലും നമ്മൾ ഈ മധുര പലഹാരങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കാതിരിക്കുക. അതേപോലെ പിന്നെ പഞ്ചസാരയുടെ അളവ്, അതേപോലെ ഈ അരിപ്പൊടി അങ്ങനെയുള്ള കാലറീസ് കൂടുതലുള്ള ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. പച്ചക്കറികളും പഴങ്ങളും ധാരാളം ഉൾപ്പെടുത്തുക. പിന്നെ വ്യായാമം
കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിക്കേണ്ട പ്രായമാണ്. ആ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കുക തന്നെ വേണം. അപ്പോ അല്ലെങ്കിൽ പിന്നെ വീട്ടുജോലികളിൽ അവരെ കൂടെ കൂട്ടാം. ഉദാഹരണത്തിന് അടിച്ചു വാരുക, തുടയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനിങ് അങ്ങനെയുള്ള പ്രവർത്തികൾ ദിവസേന അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊണ്ണത്തടി കുറക്കാൻ പറ്റും. നമ്മൾ നേരെ മറിച്ച് ഇപ്പൊ എന്താ പറ്റണെന്ന് വെച്ചാൽ മിക്ക കുട്ടികളും ഈ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരുന്ന് അവരൊരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെയുള്ള കുട്ടികൾ സൈക്കിൾ ഓടിക്കട്ടെ, അവര് ഓടിച്ചാടി കളിക്കട്ടെ, എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എന്തായാലും ആക്ടിവിറ്റി വേണം, അത് നിർബന്ധമാണ്. അങ്ങനെ പിന്നെ അതുപോലെ നമ്മൾ കൂടുതൽ ഈ ജങ്ക് ഫുഡ്സ്, കുപ്പിക്കകത്തുള്ള ജ്യൂസുകള്, കോക്കക്കോള, അതുപോലെയുള്ള ഈ ബിവറേജസ്, അങ്ങനത്തെ സാധനങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു വലിയൊരു രീതിയിൽ നമുക്ക് പൊണ്ണത്തടിയെ ചെറുക്കാൻ സഹായിക്കും. മാത്രമല്ല വീട്ടില് അച്ഛനും അമ്മയും കണ്ടിട്ടാണ് കുട്ടി പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ നമ്മള് പിന്നെ ജങ്ക് ഫുഡ് പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ പോഷക സമൃദ്ധമായ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കുക. അതേപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് വ്യായാമം ചെയ്യുക, ഒരുമിച്ചിരുന്ന് വ്യായാമം ചെയ്യുക. ആക്ച്വലി അത് നമ്മൾ കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് വ്യായാമം ചെയ്താൽ കുറച്ചും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് തടി കുറക്കാൻ പറ്റും കുട്ടികൾ. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് രാജീവനാണ്. രാജീവൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്റെ മോന്റെ ഒരു വിഷയത്തിലാണ് സംശയിക്കുന്നത്. 5 വയസ്സിലെ കുട്ടിയാണ്. അവന് തലയുണ്ട്, ഭയങ്കര വേർപ്പാ സാധാരണ കുട്ടികളെ പിന്നെ അപേക്ഷിച്ച്. ഇങ്ങനെ മൂടിക്കളിച്ചാൽ തന്നെ തലേന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും പോലെ ഉണ്ടാവും. 5 വയസ്സാണോ? 5 വയസ്സ്. വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് 18. ഓക്കെ. അപ്പൊ വലിയ ഭീകരമായ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഉള്ളത് ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാണ്. പിന്നെ അതുപോലെ തൈറോയിഡിന്റെ ഹോർമോൺ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതല്ല, തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അങ്ങനെയാണ്. അതിന് നമുക്ക് കൂടുതൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ മരുന്നുകൾ കൊടുത്തിട്ട് കുറയ്ക്കുന്നതിന് അതിലൊന്നും അങ്ങനെ ചെയ്യാറില്ല നമ്മൾ. ഇപ്പൊ നമ്മള് അസുഖം കാരണമുള്ള വിയർപ്പ് കൂടുതലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ 18 വയസ്സാണ്. ഇപ്പൊ കുട്ടിക്ക് വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ 18 കിലോ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ആരോഗ്യമുള്ള കുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ വേനൽക്കാലമാണ്. ചൂട് കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുക. മിക്ക കുട്ടികളും എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്കൂളിലേക്ക് കുപ്പി കൊണ്ടുപോകും, പക്ഷെ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അധ്യാപകരുടെ സഹായം നമുക്ക് തേടാം ഇതിനകത്ത്. കാരണം എല്ലാ കുട്ടികളും കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലെങ്കിലും കുടിച്ചിട്ട് വരണം. അതേപോലെ സ്കൂളിൽ തന്നെ പിന്നെ കുട്ടികൾക്ക് വെള്ളം കൂടുതൽ കുടിക്കാനുള്ള സാഹചര്യം ഏർപ്പെടുത്തുക. പിന്നെ ഭയങ്കര വെയിലത്ത് കളിക്കാതിരിക്കും. ഭയങ്കര നട്ടുച്ചയ്ക്ക് ഒക്കെ PT പീരീഡിൽ കളിക്കാൻ വിടാതിരിക്കുക. കാരണം അതവർക്ക് പിന്നെയും ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഈ ഭയങ്കര ഈ ബിരിയാണി, നെയ്ച്ചോറ് അതുപോലെയുള്ള ഭയങ്കര ഹെവി ഫുഡ്സ് കഴിക്കാതിരിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ കൊടുക്കുക. സ്നാക്സ് ആണെങ്കിലും ഈ ബേക്കറി സാധനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കി ഫ്രഷ് ഫുഡ്സ് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ മതി. വ്യക്തമാണ് ഡോക്ടർ. കുട്ടികളിലെ ഭക്ഷണ രീതികളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നല്ല ഭക്ഷണശീലം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിച്ചത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സാജിദ അബ്ദുള്ളയാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.